പാകിസ്ഥാനിൽ നിന്നെത്തിയ ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അതിർത്തി പ്രദേശങ്ങൾ മാത്രമല്ല, റാവൽപിണ്ടിയിലെ പാകിസ്ഥാൻ സൈനിക ആസ്ഥാനവും ആക്രമിച്ചുവെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. ലക്നൌവിൽ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിരോധ മന്ത്രി. यह ऑपरेशन आतंकवाद के खिलाफ भारत की दृढ़ इच्छा शक्ति का और सैन्य शक्ति की क्षमता और संकल्प शक्ति का भी प्रदर्शन है. हमने दिखाया है भारत आतंकवाद के खिलाफ जब भी कोई कार्रवाई करेगा तो आतंकवादियों और उनके आकाओं के लिए सरहद पार की जमीन भी सुरक्षित नहीं रहेगी. भारतीय सेनाओं ने ऑपरेशन सिंदूर को पाकिस्तान में मौजूद आतंकी ढांचा ढहाने के उद्देश्य से लॉन्च किया था. हमने उनके आम नागरिकों को कभी निशाना नहीं बनाया था, मगर पाकिस्तान ने न केवल भारत के नागरिक इलाकों को निशाना बनाया बल्कि मंदिर, गुरुद्वारा, गिरजाघर पर भी हमले करने का प्रयास किया. भारतीय सेना ने शौर्य और पराक्रम के साथ साथ संयम का भी परिचय देते हुए पाकिस्तान के अन्य ठिकानों पर भी प्रहार करके करारा जवाब दिया है. हमने केवल सीमा से सटे सैन्य ठिकानों पर ही नहीं कार्रवाई की, बल्कि भारत की सेनाओं की धमक उस रावलपिंडी तक सुनी गई जहां पाकिस्तानी फौज का हेडक्वार्टर मौजूद है. मित्रों, भारत में आतंकवादी घटनाएं करने और कराने का क्या अंजाम होता है, यह पूरे विश्व ने उरी की घटना के बाद देखा, जब हमारी सेना ने पाकिस्तान में घुसकर सर्जिकल स्ट्राइक की. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് വ്യോമസേന വ്യക്തമാക്കി. അതിർത്തിയിലെ സാഹചര്യം പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാൻ ത്രിസേനാ മേധാവികളും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രധാനമന്ത്രിയെ കണ്ടു. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത്. മനു, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, നേരത്തെ തന്നെ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണങ്ങൾ എവിടെയൊക്കെ നടത്തിയെന്ന്. അത് പ്രതിരോധ മന്ത്രി കൂടി ആവർത്തിച്ചു പറയുന്നു. പാകിസ്ഥാനിൽ വളരെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങൾ ആക്രമിച്ചു എന്നുള്ളത്. രണ്ട്, ഈ ഓപ്പറേഷൻ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ഇന്ത്യൻ എയർഫോഴ്സും പറയുന്നു. എന്താണ് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആക്രമണം പലപ്പോഴും പാകിസ്ഥാനിലെ ചില സുപ്രധാന എയർബേസുകൾക്ക് കേന്ദ്രമായി അല്ലെങ്കിൽ ലക്ഷ്യമിട്ട് ഉണ്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് നൂർഖാൻ എയർബേസ്, അതുപോലെ റാഫിക്കി എയർബേസ്, അതുപോലെ ചക്ലാലാദ് എയർബേസ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടന്നുവെന്നാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത്. സൈനിക ആസ്ഥാനം, അതായത് കരസേനാ മേധാവി ഇരിക്കുന്ന ഇടത്തേക്കാണ് ഇന്ത്യൻ എയർഫോഴ്സ് ആക്രമണം നടത്തിയത് എന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു. അപ്പോൾ കൃത്യമായ ഒരു ആഘാതം, ഒരു പ്രഹരം പാകിസ്ഥാന് മുകളിൽ ഏൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. മാത്രവുമല്ല, അത് മൂന്ന് സേനകളുടെ ഒരു കോർഡിനേറ്റഡ് എഫേർട്ട്, അവർക്ക് സംയുക്തമായി ഏകോപനം നടത്തി കൃത്യമായ ഒരു ആക്രമണം നടത്താൻ കഴിയും എന്നതിൻ്റെ തെളിവാണ് എന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു. അത് സേനാംഗങ്ങളുടെ ധൈര്യവും കരുത്തും മാത്രമല്ല, സംയമനം കൂടി പ്രകടമാക്കി എന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു. അങ്ങനെ വലിയ ഒരു മുന്നേറ്റം രാജ്യം നടത്തി എന്ന് രാജ്നാഥ് സിംഗ് വളരെ കൃത്യമായി അടിവരയിട്ട് പറയുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഇനിയും തുടരും എന്ന് ഇപ്പോൾ എയർഫോഴ്സും വ്യക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിക്കുന്നില്ല, തീവ്രവാദികൾക്കെതിരെയുള്ള പോരാട്ടം തുടരും എന്ന് വ്യോമസേന പറയുമ്പോൾ രാജ്നാഥ് സിംഗ് അത് കൂടുതൽ അടിവരയിട്ട് പറയുന്നു. തീവ്രവാദികൾ എവിടെ വിളിച്ചാലും അവർക്ക് ആർക്കും സംരക്ഷണം നൽകാൻ കഴിയില്ല എന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനിയും ഈ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ അത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല രാജ്യം എന്ന കൃത്യമായ സന്ദേശമാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് മനു ഭരത് നൽകിയത്. വെടിനിർത്തലിന് പിന്നാലെ അതിർത്തി മേഖലകൾ ശാന്തതയിലേക്ക്. അർദ്ധരാത്രിക്ക് ശേഷം അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സൈന്യം കനത്ത ജാഗ്രത പാലിക്കുന്നുണ്ട്. ഇന്നത്തെ പകൽ വെടിനിർത്തൽ കരാറിൽ ഏറെ നിർണായകമാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും കശ്മീരിലെ അടക്കം പാകിസ്ഥാൻ അതിർത്തിയിലെ പട്ടണങ്ങളിലെല്ലാം കനത്ത ജാഗ്രത തുടരുകയാണ്. അർദ്ധരാത്രിക്ക് ശേഷം വെടിവെപ്പോ ഡ്രോൺ ആക്രമണങ്ങളോ ഉണ്ടായിട്ടില്ല. സ്ഥിതിഗതികൾ പൊതുവെ ശാന്തമാണ്. പക്ഷേ റെഡ് അലർട്ട് തുടരുന്നു. ഇന്നത്തെ പകൽ വളരെ നിർണായകമാണ്. വെടിനിർത്തൽ പ്രഖ്യാപനം പാലിക്കാനായില്ലെങ്കിൽ നാളെ നടക്കുന്ന സൈനിക ചർച്ചകളെ അത് ബാധിക്കും. രാത്രി വൈകി നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് വെടിവെപ്പ് നടന്നതൊഴിച്ചാൽ ജമ്മുവിൽ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ രാത്രി ഉണ്ടായില്ല. നഗ്രോത്ത കരസേന ക്യാമ്പിനു നേരെ നടന്ന ആക്രമണത്തിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. പൂഞ്ച് മേഖലയിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് പോവുകയാണ്. രാത്രി വെടിവെപ്പോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായില്ല. പഞ്ചാബിലെ പഠാൻകോട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു തുടങ്ങി. ഗുജറാത്തിലെ അതിർത്തിയിലും സ്ഥിതി ശാന്തമാണ്.
രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളിൽ പുലർച്ചെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്ന ബാർമർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ ജാഗ്രത തുടരുകയാണ്. ഇന്നലെ രാത്രിയിൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ച പാകിസ്ഥാന് ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയത്. അതിർത്തി കടന്നെത്തിയ നിരവധി പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ജമ്മുകാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ പലയിടത്തും പാക് ഡ്രോണുകളെത്തി. വെടിനിർത്തൽ കരാറിന് ധാരണയായെങ്കിലും സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ നിന്ന് ഇന്ത്യ പിന്മാറിയില്ല. കർത്താർപൂർ ഇടനാഴി തൽക്കാലം തുറക്കില്ല. വെടിനിർത്തൽ കരാറിനു ശേഷം പാകിസ്ഥാൻ വീണ്ടും വ്യോമപാത തുറന്നു. സലാർ ഡാമിലെ കൂടുതൽ ഷട്ടറുകൾ ഇന്ത്യ തുറന്നു. ഇതോടെ ചെനാബ് ജലമൊഴുക്ക് വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വെടിനിർത്തൽ കരാർ അല്ല, ധാരണ മാത്രമാണ് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. പാക് പ്രകോപനം എപ്പോൾ ഉണ്ടായാലും ഇന്ത്യ തിരിച്ചടിക്കും. നാളെ നടക്കുന്ന സൈനിക ചർച്ചകൾക്ക് ശേഷം മാത്രമേ കരാർ സാധ്യത വ്യക്തമാകൂ എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇരുഭാഗത്തു നിന്നും സൈനിക പിന്മാറ്റം ഉണ്ടായിട്ടില്ല. വെടിനിർത്തൽ എന്നത് എപ്പോൾ വേണമെങ്കിലും പൊളിയാവുന്ന ഒരു ധാരണ മാത്രമാണെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. പാകിസ്ഥാൻ ധാരണ തെറ്റിച്ച മുൻ അനുഭവത്തിൽ ഇന്ത്യ കൂടുതൽ ജാഗ്രതയിലാണ്. പ്രകോപനം എപ്പോൾ ഉണ്ടായെങ്കിലും തിരിച്ചടിക്കും. സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം സർക്കാർ നൽകിയിട്ടുണ്ട്. അതിർത്തിയിലെ സൈനിക വിന്യാസത്തിൽ കുറവ് വരുത്തിയിട്ടുമില്ല. നാളെ നടക്കുന്ന ഇരുവിഭാഗത്തിന്റെയും സൈനിക ചർച്ചയിലാണ് കരാർ സാധ്യത രൂപപ്പെടുന്നത്. പാകിസ്ഥാനോടുള്ള നയത്തിൽ തന്നെ ഇന്ത്യ നിലപാട് മാറ്റുകയാണ്. പ്രകോപനപരമായ ഏതു നീക്കവും സൈനിക നീക്കമായി കണക്കാക്കി ഇന്ത്യ തിരിച്ചടിക്കും. ഇത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ഇന്ന് നടക്കുന്ന തന്ത്രപ്രധാന യോഗത്തിൽ കരാർ സാധ്യതകളും ഇന്ത്യയുടെ നിലപാടും വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പെഹൽഗാം സംഭവത്തിലാണ് പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ സമീപകാല ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നത്. തീവ്രവാദികളുമായുള്ള ബന്ധം പാകിസ്ഥാൻ നിഷേധിച്ചതോടെയാണ് ഇന്ത്യ സൈനിക നീക്കം നടത്തിയത്. പെഹൽഗാം സംഭവത്തിൽ സുതാര്യമായ അന്വേഷണം പാകിസ്ഥാൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. തീവ്രവാദികളുടെ കൈമാറ്റമടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യ ശക്തമായ നിലപാടെടുത്തേക്കും. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദവും ഇന്ത്യയുടെ സൈനിക നീക്കം മൂലമുണ്ടായ ആഭ്യന്തര പ്രതിസന്ധിയുമാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വെടിനിർത്തലിനെ കോൺഗ്രസ് കേന്ദ്രങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും വിമർശിക്കുമ്പോൾ സ്വാഗതം ചെയ്യുകയാണ് മുതിർന്ന നേതാക്കളായ ശശി തരൂരും പി ചിദംബരവും. ധൈര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേരണമെന്ന് ശിവസേന ഉദ്ധവ് പക്ഷ നേതാവ് സഞ്ജയ് റൌത്ത് പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചു. അതേസമയം വിമർശനങ്ങൾക്ക് തടയിടുകയാണ് BJP നേതാക്കൾ. പാകിസ്ഥാനുമായി ഇന്ത്യ വെടിനിർത്തൽ ധാരണയിൽ എത്തിയതിലും ധാരണ ലംഘിച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തിയതിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത പ്രതികരണങ്ങളാണുള്ളത്. വെടിനിർത്തലിനെ കോൺഗ്രസ് കേന്ദ്രങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അതിരൂക്ഷമായാണ് വിമർശിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് മുതിർന്ന നേതാക്കളായ ശശി തരൂരും പി ചിദംബരവും. സമാധാനമാണ് നമുക്കാവശ്യമെന്ന് വ്യക്തമാക്കിയ തരൂർ 1971 സാഹചര്യമല്ല 2025 എന്നും വലിയ വ്യത്യാസങ്ങളുണ്ടെന്നും പ്രതികരിച്ചു. The truth is that the circumstances of 1971 are not the circumstances of 2025. There are differences. As far as I'm concerned, I believe that the people of India deserve peace. We have suffered a lot. We have lost a lot of casualties. Ask the people of Poonch. പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാതെ കേന്ദ്രമെടുത്ത നടപടി അഭിനന്ദനീയമെന്നായിരുന്നു പി ചിദംബരം പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിന് വനിതാ ഓഫീസർമാരെ നിയോഗിച്ചത് ഉചിതമായ നടപടിയെന്നും ചിദംബരം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. അതേസമയം പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് ശിവസേന ഉദ്ധവ് പക്ഷ നേതാവ് സഞ്ജയ് റൌത്ത്. ധൈര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേരണമെന്നാണ് ആവശ്യം. आप लीजिए ना ऑल पार्टी मीटिंग, अभी बुलाइए ऑल पार्टी मीटिंग और मोदी जी को वहाँ उपस्थित रहना चाहिए. प्रधानमंत्री भागते क्यों है? कौन सा देश इस संघर्ष के घड़ी में हमारे साथ खड़ा रहा विश्व का, मुझे बताइए. इतने विदेश में घूमते हैं मोदी जी. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ച സന്ദർഭത്തിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് മുതിർന്ന നേതാവ് കപിൽ സിബലും ആവശ്യപ്പെട്ടു. अब युद्ध विराम हुआ है तो निश्चित रूप से हम दोबारा यही सवाल करेंगे कि आप जल्द से जल्द स्पेशल सेशन ऑफ पार्लियामेंट बुलाइए, क्योंकि हम मॉनसून सेशन तक तो वेट कर नहीं सकते. പഹൽഗാം ആക്രമണത്തിന് ശേഷം നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല. ബീഹാർ തെരഞ്ഞെടുപ്പും കേരളത്തിലെ ഉദ്ഘാടനവും മറ്റുമായിരുന്നു മോദിക്ക് കൂടുതൽ പ്രധാനമെന്നും കപിൽ സിബൽ വിമർശിച്ചു. വെടിനിർത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനമാണെന്നും മൂന്നാം കക്ഷിയുടേതല്ല എന്നുമായിരുന്നു BRS നേതാവ് കെ കവിതയുടെ പ്രതികരണം.
അതേസമയം വിമർശനങ്ങളെ ചെറുക്കുകയാണ് BJP കേന്ദ്രങ്ങൾ. ഇന്ത്യ തകർത്ത പാക് സൈനിക കേന്ദ്രങ്ങളുടെ പട്ടികയടക്കം നിരത്തിയാണ് BJP സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി BL സന്തോഷിന്റെ മറുപടി. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18.